ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷർട്ടിൻ്റെ കഫാണിത്. കണ്ടോ, നമ്മുടെ ഷർട്ടൊക്കെ ഹാഫ് സ്ലീവ് ഒക്കെ ആക്കിയാൽ, നമ്മുടെ ഒരു ഫുൾ സ്ലീവ് ഷർട്ടിനെ ഹാഫ് സ്ലീവ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷർട്ടിൻ്റെ കഫ് ഉണ്ടാകും. കണ്ടോ, ഇതിലൊരു ഫുൾ സ്ലീവ് കഫാണിത്. അപ്പോൾ ഈ ഒരു കഫ് കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായുള്ളൊരു കാര്യമാണ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കഫിനെ ഇവിടെ നിന്ന് അഴിച്ചെടുക്കുകയാണ്. കേട്ടോ, ഇവിടെ നിന്ന് ഈ ഒരു കഫിനെ അഴിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു കഫ് നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞു. ഇവിടെയുള്ള നൂലുകളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി. ഇനി അതുപോലെ നമുക്ക് രണ്ട് ഭാഗത്തുള്ള രണ്ട് സ്ലീവിൻ്റെ കഫുകൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഈ ഒരു കഫിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ രണ്ടാമത്തെ കഫിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കഫിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് എത്രയാണോ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കത് കറക്റ്റ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കണ്ടോ ഒരു കഫിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ മുകളിലുള്ള കഫിനെ നമ്മളൊന്ന് ചെറുതായി ഒന്ന് അല്പം ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കിത് കറക്റ്റായി കിട്ടും. കാരണം കഫ് രണ്ടും ഒരേ അളവിലുള്ളതായിരിക്കും. അല്ല, നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ ഉള്ളിലേക്കാണ് മറ്റൊരു കഫ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഒരു കഫിനെ നമ്മൾ ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കിതുപോലെ കറക്റ്റ് വെച്ച് തയ്ക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിന് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. കണ്ടോ, നമ്മുടെ ഉൾവശവും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കണ്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു കഫിനെ ഇവിടെ കണ്ടോ ഈ ഒരു ബട്ടൺസ് ഒക്കെ വരുന്ന ഭാഗമുള്ളേ, നമ്മുടെ കഫിൻ്റെ ബട്ടൺസ് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ മടക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി നമ്മൾ ഇതുപോലെ ഇവിടെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അല്പം ഇതുപോലെ വെച്ച് പൂർണ്ണമായും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വരെ മാത്രം കണ്ടോ, ഇവിടെ ഈ ഒരു കോൺ വശം മുഴുവനും സ്റ്റിച്ച് ചെയ്യേണ്ട, ഇവിടെ വരെ മാത്രം ഒന്ന് ചെറുതായി സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു 4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ അവിടെ സ്റ്റാർട്ടിങ് ചെയ്തത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വിസിറ്റിംഗ് കാർഡുകളൊക്കെ കണ്ടോ, നമ്മുടെ വിസിറ്റിംഗ് കാർഡുകളും മറ്റും നമുക്ക് എന്തൊക്കെയാണോ ചെറിയ ചെറിയ പാൻ കാർഡുകളും അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡുകളൊക്കെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ കണ്ടോ നമ്മുടെ ടൈലറിംഗ് മെറ്റീരിയൽസുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രഷർ വുഡ്, അതുപോലെ തന്നെ ബോബിൻ കേസൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ ആവശ്യമനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു ബട്ടൺസിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കണ്ടോ അല്പം കൂടി കണ്ടോ മാറ്റി കുറച്ചുകൂടി ടൈറ്റോടുകൂടി കിട്ടുവാൻ വേണ്ടി ഇതുപോലെ കണ്ടോ രണ്ടാമത്തെ ബട്ടൺസിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലൊരു മണി പേഴ്സായിട്ടും ഒക്കെ ഇതിനെ ഉപയോഗിക്കാം. കണ്ടോ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.